ബജറ്റിൻ്റെ അവസാനവട്ട തയ്യാറെടുപ്പിലാണ് ധനമന്ത്രി ഉള്ളത്. അതിനുള്ള തിരക്കിനിടയിലാണ് നമുക്കൊപ്പം മീഡിയ വണ്ണിനൊപ്പം ചേരുന്നത്. മിനിസ്റ്ററെ, സാധാരണ ധനമന്ത്രിമാരെ കാണുമ്പോൾ ബജറ്റിന് തൊട്ടു മുമ്പാണെങ്കിൽ എന്താണ് കയ്യിലിരിക്കുന്ന മാജിക് എന്ന് ചോദിക്കും. ഞാൻ പക്ഷേ ആ മാജിക് എന്താണെന്ന് ഇത്തവണ ചോദിക്കുന്നില്ല. വലിയ പ്രതിസന്ധിയിലൂടെയാണ് കഴിഞ്ഞ ഒരു വർഷം കടന്നുപോയത്. പക്ഷേ അതിനിടയിലും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു തന്നെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്, ചില വിമർശനങ്ങൾ ബാക്കി നിൽക്കുമ്പോഴും. എന്തായിരിക്കും ഇത്തവണത്തെ നമ്മുടെ ഊന്നൽ? ഈ തവണത്തെ നമ്മുടെ ഊന്നലും ഏത് സമയത്തേതും കേരളത്തിനെ സംബന്ധിച്ച് നമ്മുടെ സാമ്പത്തിക രംഗത്ത് മുന്നോട്ട് പോകാൻ പറ്റണം. സാമ്പത്തിക രംഗത്ത് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ ആളുകളുടെ ജീവിത നിലവാരത്തിൽ കൂടുതൽ മെച്ചം ഉണ്ടാവണം, തൊഴിലുകൾ കൂടുതലുണ്ടാവണം, സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങളുണ്ടാവണം. ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആകെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നതാണ്. പക്ഷേ ആകെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലെ ഒരു പങ്ക്, വലിയ പങ്കല്ല, ഒരു കാര്യമായ പങ്കെന്നേ ഉള്ളൂ സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെയും വല്ലാത്തൊരു ക്രൈസിസിലേക്ക് കേരളത്തെ എത്തിക്കാനുള്ള അവസ്ഥ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തെ നയങ്ങൾ കാരണം ഉണ്ടാകുന്നുണ്ടെന്നുള്ള സത്യമാണ്. ഇന്നിപ്പോൾ നമ്മൾ നേരിടുന്ന ഒരു ബുദ്ധിമുട്ട് കേന്ദ്രത്തിൻ്റെ ഈ നിലപാട് കൊണ്ടാണ്. ഈ കേരളത്തിൻ്റെ ചരിത്രത്തിലിപ്പം റിപ്പബ്ലിക്കായ ശേഷവും സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും കേരളത്തിലെ ഏറ്റവും കൂടുതൽ വരുമാനം നമുക്ക് തനതായി വർദ്ധിപ്പിക്കാൻ പറ്റിയ വർഷമാണ് കഴിഞ്ഞ വർഷവും കഴിഞ്ഞ വർഷവും. അത് റിസർവ് ബാങ്കിൻ്റെ കണക്കാണ്, കേന്ദ്ര ധനകാര്യമന്ത്രി പാർലമെൻറ്റിൽ പറഞ്ഞ കണക്കാണ്. കേരളം സാമ്പത്തികമായിട്ട് കൺസോളിഡേറ്റ് ചെയ്യുന്നു. നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിലുള്ള ആകെ ഡെറ്റ്, കടം കുറഞ്ഞിട്ടുണ്ട്. ഇത്രയും വരുമാന വർധന ഉണ്ടായിട്ടും കേരളത്തിന് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടാകുന്നു. 50% വരുമാന വർധനവ്, തനത് വരുമാന വർധന 2 വർഷം കൊണ്ട് 50% വർദ്ധിച്ചു. എന്നിട്ടും ബുദ്ധിമുട്ടുണ്ടാകുന്നു. അവിടെയാണ് ചിന്തിക്കേണ്ടത്. ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നതിൻ്റെ കാരണം കേന്ദ്രം നമ്മുടെ ഇവിടുന്ന് പിരിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ പങ്ക് നമുക്ക് തരുന്നതാണ് നമ്മുടെ ഡെവല്യൂഷൻ, നമുക്ക് തരേണ്ട പങ്ക്. അതിൽ വലിയ തോതിൽ വെട്ടിക്കുറവ് വന്നു, എല്ലാത്തിലും വെട്ടിക്കുറവ് വന്നു. സുപ്രീം കോടതിയിൽ ഇത് സംബന്ധിച്ച് കേസുണ്ടായിരുന്നു. കേസ് വേറൊരു ദിവസത്തേക്ക് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നിയമപരമായി തന്നെ നമ്മൾ ഈ കാര്യം ഉന്നയിക്കുന്നുണ്ട്, ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടി ഇടപെടുന്നുണ്ട്, കേന്ദ്രത്തിനോട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നുണ്ട്. പക്ഷേ നമുക്ക് തരാനുള്ളത് സംസ്ഥാന ഗവൺമെൻറ്റിന് തരുന്നില്ല എന്നുള്ള പ്രശ്നം നമ്മൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ട്. ആ ബുദ്ധിമുട്ടിനിടയിലും നമ്മൾ കഴിഞ്ഞ ഓരോ വർഷം എടുത്താൽ ആകെ ചെലവ് കുറയല്ല ചെയ്ത്. ഒറ്റയടിക്കാം ഈ വർഷം കണക്ക് നോക്കിയാൽ 50,000-ത്തിലധികം കോടി രൂപ നമുക്ക് തരാനുള്ളത് ഈ വർഷം കട്ട് ചെയ്തിട്ടുണ്ട്. കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നാം. 1.5 ലക്ഷം, 1,60,000, 1,70,000 കോടി രൂപ ഒരു വർഷം ചിലവാക്കുന്നൊരു സ്റ്റേറ്റിൽ 50,000 കോടിയിലധികം കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ തകർന്നു പോകേണ്ടതാണ്. പക്ഷേ നമുക്ക് തന്നെത്താനെ വരുമാനം 10,25,000 കോടി രൂപയൊക്കെ വരുമാനം പലതരത്തിലും വർദ്ധിപ്പിക്കാൻ പറ്റിയ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് നമുക്കിങ്ങനെ നിൽക്കാൻ പറ്റുന്നത്. പക്ഷേ എന്നാലും അപ്പോൾ അതിനകത്തൊരു പിടുത്തം വരുമല്ലോ. എങ്കിലും നിങ്ങൾ പറഞ്ഞതുപോലെ ഏതെങ്കിലും മേഖലയിൽ അങ്ങനെ തീർത്തും കൊടുക്കാതിരിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ വരുമ്പോൾ ഒരു 1 ലക്ഷം രൂപ ശമ്പളം, അല്ല, ഒരു ലക്ഷം രൂപ ഒരു വർഷം കിട്ടുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപ ഒരു വർഷം കിട്ടുന്ന ഒരു കുടുംബത്തിന് അതിൽ നിന്ന് 50,000 രൂപ ഇല്ലാതാകുമ്പോൾ ഉണ്ടാ ബുദ്ധിമുട്ടുണ്ടല്ലോ. നമ്മൾ ഈ ബുദ്ധിമുട്ട് അറിയിക്കാതെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇത് ഒരു വശമാണ്. എന്നാൽ ഈ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പരിപാടികളിലൊന്നും കുറവ് വരുത്താൻ പറ്റില്ല. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? കൂടുതൽ സാമ്പത്തിക രംഗത്ത് നിക്ഷേപമുണ്ടാവാൻ, വികസനം ഉണ്ടാവാൻ, തൊഴിലവസരം ഉണ്ടാവാൻ, ബിസിനസ് ഉണ്ടാവാൻ പറ്റുന്ന കാര്യങ്ങൾ അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും. അതിനെന്താണ് നമ്മൾ ഇപ്പോൾ ഊന്നാൻ പോകുന്നത്? നമുക്കറിയാം, സ്വകാര്യ നിക്ഷേപങ്ങൾ കൂടുതലായി വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രതിസന്ധിക്കൊരു പരിഹാരം, കൂടുതൽ നിക്ഷേപം സംസ്ഥാനത്തേക്ക് എത്തുള്ളൂ. അതിന് നമ്മൾ എന്തെങ്കിലും പ്രൊജക്റ്റ് കാണുന്നുണ്ടോ? സ്വകാര്യ നിക്ഷേപം ഏത് കാലത്തും ഇടതുപക്ഷ ഗവൺമെൻറ് സ്വകാര്യ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. 57-ലെ ഗവൺമെൻറ് കാലത്ത് തന്നെ എത്രയോ വലിയ സ്ഥാപനങ്ങൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. അന്ന് വന്ന ആ 57-ലെ 67-ലെ ഗവൺമെൻറ് കാലത്ത് വന്നിട്ടുള്ള വലിയ പ്രൊജക്റ്റുകളാണ് മാവൂർ ഗാഡി റയൺസും തോഷിബ ആനന്ദ് എന്നൊക്കെ പറയുന്ന പഴയ സ്ഥാപനങ്ങൾ, പിന്നീട് വന്ന പല മേഖലയിലെ പ്രത്യേകതകൾ. അപ്പോൾ ഏത് കാലത്തും സ്വകാര്യ നിക്ഷേപം വരാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, വ്യവസായം ചെയ്യാനുള്ള അവസരം, ഇതെല്ലാം നമുക്ക് ഉള്ളത് ശക്തിപ്പെടുത്തും. അതോടൊപ്പം തന്നെ നമുക്ക് ധാരാളം പോസിറ്റീവായ കാര്യങ്ങളുണ്ട്. നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, ചെറുപ്പക്കാരും പ്രായമുള്ളവർ. നമ്മുടെ വളരെ സീനിയറായ ആളുകൾ വരെ ഇവിടെ ജോലി ചെയ്തും പുറത്തുപോയി ജോലി ചെയ്തും വലിയ സ്ഥാപനങ്ങൾ നടത്തിയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട്. പുതിയ ചെറുപ്പക്കാരാണ്, ഏറ്റവും പുതിയ ടെക്നോളജി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വളരെ പരിചയസമ്പന്നരായിട്ട് ജോലി ചെയ്യുന്നവരാണ്. നല്ല കാലാവസ്ഥ, നല്ല പ്രകൃതി, നമുക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ കുതിച്ചുചാട്ടമാണ് കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായിട്ടുള്ളത്. 6-7 വർഷം കൊണ്ട് നല്ല റോഡുകൾ, 4 എയർപോർട്ടുകൾ വളരെ നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ലോകോത്തരമായ എയർപോർട്ടുകൾ നമുക്കുണ്ട്.
നമ്മുടെ വിഴിഞ്ഞം പോലെയുള്ള തുറമുഖം എന്നതോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ നാച്ചുറൽ പോർട്ട് നമുക്ക് സ്വന്തമാണ്. ഇതെല്ലാം നമ്മൾ പരിമിതിക്കകത്തു നിന്ന് ഇതെല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് പറ്റിയാൽ നമ്മുടെ കേരളത്തിലെ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നവർ ഒരുമിച്ച് ഈ കേരളം പരാജയപ്പെടില്ല, ഇത്രയും ഉണ്ടാക്കിയ നേട്ടങ്ങൾ മുന്നോട്ട് പോകുമെന്ന് വിചാരിച്ച് പ്രവർത്തിച്ചാൽ കാര്യങ്ങൾ വരും, അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഉണ്ടാവും. മിനിസ്റ്റർ നേരത്തെ പറഞ്ഞു വന്നതിൻ്റെ ഇടയ്ക്ക് വന്നൊരു കാര്യം കൂടെ എൻ്റെ ഇടയ്ക്ക് ഒന്ന് സൂചിപ്പിക്കുകയാണ്. സുപ്രീം കോടതിയിലെ കേസിൻ്റെ കാര്യം പറഞ്ഞു. കേരളത്തിന് മാത്രമേ ഈ പരാതികളുള്ളൂ എന്ന രീതിയിൽ ഇന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പരാമർശമുണ്ട്. അവർ പരാമർശിച്ച എല്ലാ കാര്യങ്ങൾ നോക്കണം. അവർ മാറ്റിവെക്കാനല്ലേ ശ്രമിക്കത്തുള്ളൂ. ഒരു കാര്യം ഞാൻ പറയാം, ഏറ്റവും വലിയ പരാതി കേരളത്തിനാണ് ഇപ്പോൾ ഉള്ളത്. കാരണം നമുക്ക് 10ാം ധനകാര്യ കമ്മീഷൻ സമയത്ത് ഇന്ത്യയിൽ ആകെ കേന്ദ്ര ഗവൺമെൻറ് താഴോട്ട് കൊടുക്കാൻ നിർബന്ധിതമായി, അല്ലെങ്കിൽ അവർ കൊടുക്കേണ്ട തുകയുടെ 100 രൂപ കൊടുക്കുമ്പോൾ 3 രൂപ 80 പൈസ കേരളത്തിന് തന്നിരുന്നെങ്കിൽ ഇപ്പോൾ അത് 1 രൂപ 90 പൈസയായിട്ട് കുറച്ചു. 1 രൂപ 90 പൈസ എന്ന് പറഞ്ഞാൽ 21,000 കോടിയാണ് ഈ വർഷം കിട്ടുന്നത്. അപ്പോൾ 42,000 കോടി കിട്ടേണ്ടതാണ് ആ കുറവ് തന്നെ. നമുക്ക് GST നടപ്പിലായതിന് ഭാഗമായിട്ട് വന്ന കോമ്പൻസേഷൻ തന്നുകൊണ്ടിരുന്ന അത് വെട്ടിക്കുറച്ചു. ഏറ്റവും വലിയൊരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. നമുക്കുണ്ടായ സെയിൽ ടാക്സിൻ്റെ സിസ്റ്റം മാറിയപ്പോൾ നഷ്ടം. ഇങ്ങനെ ധാരാളം നഷ്ടങ്ങളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെടുത്താൽ കേരളത്തിന് എല്ലാ തരത്തിലും വരുമാനക്കുറവുണ്ടെന്ന് കാണാം. ഈ വർഷം നമ്മൾ ആകെ നമ്മുടെ റവന്യൂ വരുമാനം കടം എടുക്കുന്ന ബോറോയിങ്ങിന് ചെറിയ ശതമാനമുണ്ട്. 3,000 ഒരു 10, 25,000, 28,000, 30,000 കോടിയാണ് നമ്മൾ ഒരു വർഷം കടം എടുക്കുന്നതിന് ആകെയുള്ള ലിമിറ്റ്. അത് കഴിഞ്ഞാൽ ആകെയുള്ള വരുമാനം എല്ലാം കൂടെ ചേർക്കുന്നതാണല്ലോ റവന്യൂ വരുമാനം. ആ റവന്യൂ വരുമാനത്തിൻ്റെ 71% കേരളം തനതായിട്ടാണ് ഉണ്ടാകുന്നത്. എന്നാൽ ഇന്ത്യയിലെ പല സംസ്ഥാനം എടുക്കുക, നേരെ ബീഹാറിൻ്റെ കണക്കെടുക്കുക. ഞാൻ ഓരോ സംസ്ഥാനങ്ങളുടെയും കണക്കുണ്ട്, കൃത്യമായിട്ട് കണക്കിനകത്തുണ്ട്. 70% ബീഹാറിൻ്റെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഈ സ്കീമുകളിൽ നിന്ന് കിട്ടുന്നതാണ്. 30% അല്ലെ 40% അവരുണ്ടാക്കുന്നത്. UP എടുത്താലും ഇങ്ങനെയാണ്, വലിയ സ്റ്റേറ്റുകൾ എടുത്താലും ചെറിയ സ്റ്റേറ്റ് എടുത്താലും. അപ്പോൾ ഇത്രയും കുറവ് റവന്യൂ വരുമാനത്തിൻ്റെ ഇത്രയും കുറവ് മാത്രമേ കേരളത്തിന് കിട്ടുന്നു എന്നുള്ളത് തന്നെ കേരളത്തിൻ്റെ പരാതിയുടെ പ്രധാനമല്ലേ. പിന്നെ കേരളത്തിന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇന്ത്യയിലാകെ ചില താഴോട്ട് കൊടുക്കുന്ന പണത്തിനകത്ത് കേരളത്തിന് അർഹമായി കിട്ടുന്നില്ല. അതുകൊണ്ടാണ് വലിയ പരാതി ഉള്ളത്. ആ പരാതി നമ്മൾ വഴിനീളെ വന്ന് വഴക്കടിക്കാനല്ല നിന്നത്. ഭരണഘടനാപരമായിട്ട് ആ വേദി പോയതാണ്. ഇൻ്റർമായിട്ട് തീരുമാനം എന്തെങ്കിലും കോടതിയിൽ നിന്ന് കിട്ടേണ്ട അത്ര അർജൻറ്റായ കാര്യമാണ്. കാരണം നമുക്ക് എടുത്ത കടമെല്ലാം എടുക്കാനും പറ്റില്ല, പഴയ കടമെടുത്ത് ഉൾപ്പെടെ കുറയ്ക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് കോടതി പോയത്. എന്നാൽ കോടതി പോയി സമരം നമ്മൾ നടത്തുന്നു. 8-ാം തീയതി കോടതി പോയി മാത്രമല്ല, 8-ാം തീയതി ഡൽഹിയിലേക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നിയമസഭാംഗങ്ങളും പോകുന്നുണ്ട് സമരത്തിന്. ആ രാഷ്ട്രീയമായ കാര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഭരണപരമായ കാര്യങ്ങളിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള തർക്കങ്ങളുണ്ടെങ്കിലും ഇത്തരം തർക്കങ്ങളിൽ ഞങ്ങൾ സഹകരിച്ച് തന്നെ ഈ കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതുകൊണ്ട് ആ ശ്രമം നടക്കുന്നുണ്ട്. അങ്ങനെ വെച്ചാൽ ലീഗലായി നമുക്ക് കിട്ടേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ എഴുതുകയും കാര്യങ്ങൾ ചെയ്യുകയും കാര്യങ്ങൾ കണക്ക് കൊടുക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചേർന്നാണ് ഗവൺമെൻറ്. മിനിസ്റ്റർ, രാഷ്ട്രീയമായി കേന്ദ്രം ഉണ്ടാക്കിയ പ്രതിസന്ധി നിലനിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ചില ഹൈലൈറ്റുകൾ ഉണ്ട്. ക്ഷേമ പെൻഷനുകൾ അടക്കമുള്ളവ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ ക്രമാനുഗതമായി വർദ്ധിപ്പിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിലേക്ക് നമുക്ക് ഈ ബജറ്റിൽ പോകാൻ പറ്റുമോ? നമ്മളെ വല്ലാതെ ചക്രശ്വാസം വലിപ്പിക്കുന്ന ഓക്സിജൻ എടുത്തു കളഞ്ഞ ഒരവസ്ഥയിലേക്ക് ആക്കാനാണ് ശ്രമിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ആ 50,000-ലധികം കോടി കുറച്ചപ്പോൾ നമ്മൾ തനതായിട്ട് 25,000 കോടിയെങ്കിലും ഉണ്ടാക്കി. അത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായത് നമ്മളാണെന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്ക്, അല്ലെങ്കിൽ അവരുടെ റിപ്പോർട്ട്. അങ്ങനെ ഒക്കെ ഉള്ള ഒരു അതുകൊണ്ടാണ് നമുക്ക് ശമ്പളം പോലും ശമ്പളം മുടങ്ങുമെന്നാണല്ലോ പ്രാവശ്യം നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തത്. അത് മുടങ്ങാതിരുന്നത് ഒരു മാജിക്കാണെന്ന് നിങ്ങൾ പിന്നെ എഴുതി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പരിമിതികളുണ്ട്. എന്നാൽ നമ്മൾ കമ്മിറ്റഡാണ്. ജീവനക്കാർക്ക് DA കൊടുക്കാനുണ്ട്, നമ്മൾ കൊടുക്കും. എപ്പോഴെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നമ്മൾ ഇത് കൊടുക്കില്ലെന്നല്ല, കൊടുക്കും. അതിന് ആ തരത്തിലേക്ക് ഡെവലപ്പ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. സാമൂഹ്യക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ 18 മാസക്കാലം കൊടുക്കാതിരുന്ന ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ സമയത്ത് 600 രൂപ മാത്രം ഉണ്ടായിരുന്നിടത്തുനിന്നാണ് 1ാം പിണറായി സർക്കാർ വന്നത്. ഇപ്പോൾ ഈ തരത്തിലേക്ക് ഞങ്ങളെത്തുന്ന ഏപ്രിലാണ് ഇത്രയും വർദ്ധിപ്പിച്ചത്. അത് കൂടുതൽ കൊടുക്കണമെന്നാണ്. പക്ഷേ അത് കൊടുക്കാനുള്ള ശ്രമത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ എന്തിനാണ് നിങ്ങളിതൊക്കെ കൊടുക്കുന്നത്? നിങ്ങൾ ഈ അനാവശ്യമായിട്ട് പണം ചിലവാക്കുന്നതുകൊണ്ടാണ് തരാത്തതെന്നാണല്ലോ കേന്ദ്രം പറയുന്നത്. അപ്പോൾ ആ ഒരു സ്ഥിതിയുണ്ട്. എങ്കിൽ പോലും നമ്മുടെ കമ്മിറ്റ്മെൻറ്റിൽ നമ്മൾ പുറകോട്ട് പോകില്ല. എപ്പോഴും എങ്ങനെയെന്നുള്ളത് എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റുന്ന തരത്തിലേക്കല്ല. അത് നോക്കിയിട്ട് ഞങ്ങൾ ഈ ബഡ്ജറ്റും ബാക്കി കാര്യങ്ങളും ഭാവിയിൽ അങ്ങോട്ട് വരുമ്പോഴും ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് കിട്ടാനുള്ളത്. കോടതി പോകുന്നത്, ഭരണപരമായ കാര്യങ്ങൾ നോക്കുന്നത്, അതുകൂടാതെ സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. കേന്ദ്രം പണം ഒക്കെ തന്നിരുന്നെങ്കിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ ഒന്നും തന്നെ വൈകില്ലായിരുന്നു എന്നാണോ മന്ത്രി പറഞ്ഞു വെക്കുന്നത്? നമുക്ക് തരാനുള്ളതിനകത്ത് ഈ 50,000 കോടിയിലധികം 57,000 കോടിയാണ് കുറച്ചത്. 25,000 കോടി അതിൻ്റെ പകുതി കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാ അത്രയൊന്നും കുടിശ്ശിക നമുക്കില്ലല്ലോ.
എന്ന് മാത്രമല്ല നമ്മൾ ഈ കാര്യത്തിനകത്ത് 3 മാസക്കാലത്തെ ഒരു കുടിശ്ശിക പെൻഷൻ്റെ കാര്യത്തിലുണ്ട് കേട്ടോ. 5 മാസം നടക്കി വന്നതുകൊണ്ട് പറയുക. ഇന്നലെ ഒരു സംഭവം കോഴിക്കോട് റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് ഭിന്നശേഷി പെൻഷൻ ഉൾപ്പെടെ എല്ലാം സോഷ്യൽ സെക്യൂരിറ്റി പെൻഷനിൽ നമ്മൾ കൊടുക്കുക. ആ ഒരു കത്ത് എഴുതി വെച്ചിട്ട് പാവപ്പെട്ട ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. ഒരാളും ആത്മഹത്യയിലേക്ക് പോകാൻ പാടില്ല, മരണത്തിലേക്ക് പോകാൻ പാടില്ല. പക്ഷേ അദ്ദേഹം എഴുതി വെച്ച കത്ത് എന്താണെന്നോ ശ്രദ്ധിച്ചോ? കത്തിൻ്റെ കോപ്പി വേണമെങ്കിൽ തരാം. നവംബർ 7-ാം തീയതി മറ്റോ എഴുതിയൊരു കത്താണ്. ആത്മഹത്യ ചെയ്തത് മിനിഞ്ഞാന്നാണ്. അന്ന് എഴുതിയത് എനിക്ക് പെൻഷൻ കിട്ടിയിട്ടില്ല എന്നാണ്. പക്ഷേ നവംബർ മാസവും ഡിസംബർ മാസവും പെൻഷൻ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം 3 മാസം മുമ്പോ 2 മാസം മുമ്പോ എഴുതിയൊരു കത്ത്, 3 മാസം മുമ്പ് എഴുതിയൊരു കത്ത് മാധ്യമങ്ങൾ കാണാതിരുന്നാണെന്ന് എനിക്കറിയില്ല. കോഴിക്കോടൊക്കെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നതാണല്ലോ നിങ്ങളും. അങ്ങോട്ട് കത്ത് വെച്ചിട്ട് ഇത് കണ്ടില്ല, ഈ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആത്മഹത്യ ചെയ്തെന്നൊരു വാർത്ത കൊടുത്തു. ഇതൊക്കെ കേരളത്തിലുണ്ടാക്കുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് എത്ര. ശരിക്കും ഇപ്പോൾ 3 മാസത്തെ മുമ്പത്തെ കിടപ്പുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇപ്പോൾ കുടിശ്ശികയില്ല. കാരണം നവംബറിൽ കൊടുത്തു, ഡിസംബറിൽ കൊടുത്തു. ഇപ്പോൾ കൊടുക്കേണ്ടത് ഈ സമയത്താണ്. ഈ സാധാരണഗതിയിൽ ഈ സമയത്ത് ഒരു ഫെബ്രുവരി 10 അങ്ങനെ ആ സമയത്ത് നമ്മൾ ചെയ്യുക. പണത്തിൻ്റെ പ്രശ്നമുണ്ട്. ഇപ്പം നമുക്ക് കിട്ടാനുള്ള ഇപ്പം തന്നെ ട്രഷറിയിൽ നിന്ന് എടുക്കാൻ നമ്മുടെ ഈ പണമുണ്ട്. അതിനുൾപ്പെടെ സാങ്ഷൻ കിട്ടാത്ത ചില പ്രശ്നങ്ങളുണ്ട്. എന്തുകൊണ്ടായി സാങ്ഷൻ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. സാങ്ഷനുണ്ട്, കാരണം അവിടുന്ന് റിസർവ് ബാങ്കിൻ്റെ അടക്കം നോംസ് അനുസരിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ പണം കൂടി എടുക്കാനായിട്ട് പറ്റുകയാണെങ്കിൽ ഇപ്പം നമ്മൾ കൊടുക്കേണ്ടതാണ് ഈ പറഞ്ഞ അടുത്ത കുറച്ച് ദിവസം. അപ്പോൾ ഇപ്പോൾ കുടിശ്ശികയില്ല. നേരത്തെ കൊടുക്കാനുള്ള നേരത്തെയുള്ളൊരു 3 മാസത്തെ പണം കിടക്കുന്നുണ്ട്. പക്ഷേ നവംബർ ഡിസംബർ എല്ലാം നമ്മൾ കൊടുത്തു. ഇത് വാങ്ങിയതാണ് ഇദ്ദേഹം. അപ്പോൾ അതിനു മുമ്പുള്ളൊരു കത്ത് എടുത്തു വെച്ചിട്ടാണ് പത്രങ്ങളൊക്കെ കാണിച്ചത്. അതിനകത്ത് ഒരു MP ഉൾപ്പെടെ ഇതിനകത്ത് പങ്കെടുത്തുകൊണ്ട് സമരത്തിനൊക്കെ പോവുകയും ചെയ്യുന്നല്ലേ. മരിച്ച ഒരാളെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഉപയോഗിച്ചിട്ടുൾപ്പെടെ സമരം നടന്നില്ലെന്നല്ലേ. വിഷമം തോന്നുന്ന കാര്യമായതുകൊണ്ട് ഞാൻ പറയുകയാണ്. 3 മാസം മുമ്പ് അദ്ദേഹം എഴുതിയൊരു കത്ത് അദ്ദേഹം ഇപ്പോഴെഴുതിയാണെന്ന് പറഞ്ഞ് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഇതിനെല്ലാം അടിസ്ഥാനം വാസ്തവത്തിൽ അങ്ങനെ ആകുമ്പോൾ ഇവരെല്ലാം അവിടുന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് അവിടുന്ന് തരേണ്ടതിൻ്റെ പകുതി തന്നാൽ തന്നെ കേരളത്തിനൊരു പ്രശ്നമില്ല. പ്രതിപക്ഷം പറയുന്നത് നികുതി പിരിവിൽ പോരായ്മയുണ്ട്, GST അടിസ്ഥാനത്തിലുള്ള പരിഷ്കരണം നടത്താൻ വൈകി എന്നൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് നിരന്തരമായി പറയുന്നത്. മന്ത്രി പലതവണ അത് വിശദീകരിച്ചെങ്കിലും അതിനെയൊന്നും പ്രതിപക്ഷം ഉൾക്കൊള്ളുന്നില്ല. മന്ത്രി പറയുന്നത് ശരിയല്ല എന്നൊരു നിലപാടാണ് അവരെടുക്കുന്നത്. ഈ GST ഡിപ്പാർട്ട്മെൻറ്റ് പരിഷ്കരിച്ച് അതിനകത്ത് മാറ്റങ്ങൾ വന്നു എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങൾക്കും അറിയുന്നതാണ്. ഞങ്ങളത് ഇമ്പ്രൂവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നും ഞാൻ സെൻട്രൽ GST ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെയുള്ളവരുടെ ഡിസ്കഷൻ ഉണ്ടായിരുന്നു നമ്മുടെ ടാക്സ്. കാരണം നമുക്കെപ്പോഴും ഇത് ഇമ്പ്രൂവ് ചെയ്യണമെന്നാണ്. ഇത് പ്രതിപക്ഷത്തിനായാലും ഭരണപക്ഷത്തിനായാലും പ്രതിപക്ഷ നേതാവിനായാലും എനിക്കായാലും മുഖ്യമന്ത്രിക്കായാലും നിങ്ങൾക്ക് ഓരോരുത്തർക്കായാലും കേരളം നന്നാവുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അല്ലാതെ കേരളത്തിൽ വരുമാനം വരണ്ടെന്നല്ലോ. അങ്ങനെ നോക്കുമ്പം അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ പരിഷ്കരിച്ചിട്ടുണ്ട്. രണ്ടാമത് അദ്ദേഹം പറയുമ്പോൾ സാധാരണ ജനങ്ങൾ നിങ്ങളുൾപ്പെടെ പറയാം അദ്ദേഹം എന്തുകൊണ്ട് ഇത് അംഗീകരിക്കുന്നില്ല എന്ന്. 1957 സ്വാതന്ത്ര്യം കിട്ടിയ 47 മുതൽ അല്ലെങ്കിൽ ഒന്നാമത്തെ മന്ത്രിസഭ മുതൽ വന്ന 57 മുതൽ ഐക്യ കേരളത്തിൻ്റെ ഇന്ന് വരെയുള്ള കണക്കെടുത്താൽ കഴിഞ്ഞ 2 വർഷമാണ് ഏറ്റവും വലിയ നികുതി വർധന ഉണ്ടായത്. ഐക്യമായിട്ടുള്ള കണക്ക് കേരളത്തിൻ്റെ ഒരു മൊത്തം കണക്കും സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കാൻ പറ്റുന്ന അപ്പോൾ തൊട്ടാണ്. അന്ന് മുതൽ ഇങ്ങോട്ട് നമ്മുടെ ആകെ നികുതി വർദ്ധിച്ച് 47,000 കോടിയാണല്ലോ ഉണ്ടായത്. 2 വർഷം കൊണ്ട് 47,000 കോടി എന്നുള്ളത് 71,000 കോടിയായി. നല്ലൊരു വളർച്ചയാണ്. അതുപോലെ ഒന്നും നിൽക്കത്തില്ലെന്ന് ഞാൻ അപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കാരണം ആ ബേസിൽ നിന്നാണ് ഈ 10-60 വർഷത്തിലധികം കൊണ്ട് 47,000 വരെ ഉള്ളൂ. അവിടുന്ന് 2 വർഷം കൊണ്ട് 71,000 ആയി എന്ന് പറഞ്ഞാൽ 50%-ലധികം വർധന വന്നാൽ അത് വർധനയല്ല എന്ന് പറയുന്ന ആളുകളെ പറ്റി ജനങ്ങളെന്ത് ചിന്തിക്കും എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഈ വരുമാനം വർദ്ധിക്കുക എന്ന് പറഞ്ഞപ്പോൾ വേറൊരു കാര്യം കൂടി ഉണ്ട്. മുമ്പൊക്കെ ടാക്സ് നമുക്ക് നിശ്ചയിക്കാമായിരുന്നു. ഇപ്പോൾ ടാക്സ് റേറ്റ് ഒന്നും നിശ്ചയിക്കാൻ പറ്റില്ല. പണ്ട് ധനകാര്യമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോകുമ്പം ഏതിനൊക്കെ കൂടും കുറയും എന്നല്ലയോ സാധാരണ പത്രക്കാർ എഴുതുക. ഇപ്പം അങ്ങനെയൊന്നും കൂടാൻ കുറഞ്ഞ ഐറ്റത്തിന് മാത്രമേ നമുക്ക് പറ്റൂ. അപ്പോൾ എന്നിട്ടും ഇത്രയും വർദ്ധിച്ചു എന്നുള്ളത് നമ്മളെപ്പോഴും ഒരു രാഷ്ട്രീയ വിമർശനം പറയുമ്പോൾ അല്ലെങ്കിൽ മീഡിയ വിശകലനം നടത്തുമ്പോൾ വസ്തുതകൾ പറഞ്ഞിട്ട് പറയുന്നതായിരിക്കും ശരി. വസ്തുതകൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. പക്ഷേ ആ ഇമ്പ്രൂവ്മെൻറ്റ് കേരളത്തിൻ്റെ ആവശ്യത്തിന് തികയുന്നില്ല. കാരണം മറ്റിടത്തുനിന്ന് കട്ടിങ് കൂടെ വന്നുകൊണ്ട് ഞാനൊന്നും ഇതൊന്നും പറഞ്ഞതിനകത്ത് എനിക്ക് പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞോ അതിനകത്തൊരു പിണക്കത്തിലോ വിഷമത്തിലോ ഒന്നും പറയുന്നതല്ല. വസ്തുത ഇതാണെന്ന് ഞാൻ പറയുകയാണ്. മിനിസ്റ്ററെ, കഴിഞ്ഞ തവണ നമ്മൾ സെസ്സൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ വരുമാനത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ നമുക്കത് അന്ന് വലിയ എതിർപ്പൊക്കെ ആ സമയത്തുണ്ടായിരുന്ന പ്രതിപക്ഷമൊക്കെ വലിയ എതിർപ്പുണ്ട് രേഖപ്പെടുത്തിയതാണ്. അതൊക്കെ നമുക്ക് ഗുണകരമായിരുന്നു. ഒരു വർഷം കഴിയുമ്പോൾ വിലയിരുത്തൽ അന്നും ഇന്നും ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ. അന്നും പറഞ്ഞു ഇതൊരു മാസത്തെ സാമൂഹ്യക്ഷേമ പെൻഷന് പോലും തികയുന്ന പണമല്ല. കാരണം അത്രയും ഭീമമായ തുകയാണ് നമ്മൾ ഒരു മാസം കൊടുക്കുന്നത്, 900 കോടി രൂപ. അന്നും പറഞ്ഞു അതിൽ താഴെയായിരിക്കും. പക്ഷേ അത്
നമ്മൾ കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു മെസ്സേജും കൂടിയാണ്. ഇങ്ങനെ കളക്ട് ചെയ്യണം, അത് കളക്ഷൻ കിട്ടുന്നതുമാണ്. അത്രയും പണം കിട്ടിയിട്ടുണ്ട്. ഈ ഇന്ത്യയിലാകെ സാമ്പത്തികമായിട്ടൊരു വരുമാനക്കുറവ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. നമ്മൾ ഉദ്ദേശിച്ച ഒരു 700 കോടി 750 കോടി അല്ലെങ്കിൽ 1000 കോടിക്ക് താഴെ അത്രയും പണം കിട്ടിയിട്ടുണ്ട്. എന്നാൽ അതിശക്തമായ വിമർശനം വന്ന് നിങ്ങളെല്ലാവരും വിമർശിച്ച് ഈ വസ്തുതകളല്ലാതുള്ള കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്തു. വിമർശനം വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കാണുമ്പോൾ നമുക്ക് ദേഷ്യമൊന്നുമില്ലല്ലോ. ഞാനും സ്റ്റേറ്റ് നന്നാവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ മീഡിയ പറയുന്നത് ശരിയാണെന്ന് തെളിയിക്കാനും അതുവഴി കേരളത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. പക്ഷേ അതിനകത്തൊരു കാര്യമുണ്ട്, ഞങ്ങൾ പറഞ്ഞാണ് ശരിയെന്ന് പറയുന്ന വാദം മാത്രമല്ല ശരി, ഈ നാടിൻ്റെ കാര്യം കൂടി ചേർത്ത് പറയണമെന്നേ ഉള്ളൂ. നിങ്ങൾ തന്നെ ടി വി കൊണ്ട് പോയിട്ട് ആളുകളെടുത്ത് പോയി നിന്ന് മീഡിയ കൊണ്ട് തന്നെ പോയി എനിക്കറിയാം. അപ്പോൾ ആളുകൾ പറഞ്ഞാൽ ഇതിപ്പോൾ കേന്ദ്രം 22 രൂപ മേടിക്കുന്നുള്ളൂ, അത് നിങ്ങളൊന്നും പറയുന്നില്ലല്ലോ, നിങ്ങൾ പിന്നെ ഇത് മാത്രം എന്താ പറയുന്നത് പറഞ്ഞാൽ നിങ്ങൾ ഈ മൈക്കൊന്നും കൊണ്ട് തിരിച്ചു വന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങളുടെ ടെലിവിഷൻ്റെ റിപ്പോർട്ട്. അല്ല, ഞാൻ ഈ പരമ്പരാഗതമായ ഇത് കട്ട് ചെയ്തോ എനിക്ക് കുഴപ്പമില്ല, കട്ട് ചെയ്യത്തില്ല എന്ന് ഞാൻ ഉറപ്പ് പറയുന്നത്. ഈ പരമ്പരാഗതമായ രീതികളിൽ നിന്നും മാറി നിന്നുകൊണ്ട് പ്രതിസന്ധി ഉണ്ടെങ്കിൽ പ്രതിസന്ധി ഉണ്ട് എന്ന് പറഞ്ഞു പോകുന്നതാണ് KN ബാലഗോപാൽ എന്ന ധനമന്ത്രി സ്വീകരിച്ച് കണ്ടുവന്നത്. ഈ പല ആളുകളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, കുറച്ചുകൂടി കടുത്ത നിലപാടുകൾ വേണം, നമ്മുടെ പെൻഷൻ പ്രായം ഉയർത്തുന്നത് പോലുള്ള സമീപനങ്ങൾ വേണമെന്നൊക്കെ പലരും ചൂണ്ടിക്കാണിക്കാറുണ്ട്. അത്തരം ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോകേണ്ട ഘട്ടമുണ്ട് എന്ന് ധനമന്ത്രിക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ തോന്നിയിട്ടുണ്ടോ? എൻ്റെ വ്യക്തിപരമായ അഭിപ്രായവും ധനകാര്യമന്ത്രി എന്നതിൽ LDFൻ്റെ ഒരു ചുമതല വഹിക്കുന്ന ആളും CPMൻ്റെ പ്രവർത്തനം എന്നതിലും രണ്ടും ഒരേപോലെ പറയാൻ പറ്റില്ല. എനിക്ക് ധനകാര്യ കാര്യങ്ങളെപ്പറ്റിയും കേരളത്തിൻ്റെ കാര്യങ്ങളെപ്പറ്റിയും വ്യക്തിപരമായ കുറേ അഭിപ്രായങ്ങളുണ്ട്. അതെല്ലാം ആ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ അതുപോലെ നടപ്പിലാക്കുന്നതല്ലല്ലോ ഈ ഇത്തരം ഒരു ചുമതല. അത് കളക്റ്റീവായിട്ട് എല്ലാവരെയും കൂടെ ബോധ്യപ്പെടുത്തിയെടുക്കേണ്ടതാണ്. ഇന്നിപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ PSC അപ്പോയിൻമെൻറ്റ് നടക്കുന്ന ഇവിടെയാണ്. കഴിഞ്ഞ ദിവസം ചില പത്രങ്ങളിൽ വന്നല്ലോ, കഴിഞ്ഞൊരു വർഷക്കാലം ആകെ നടന്ന PSC അപ്പോയിൻമെൻറ്റ് 60,000 മറ്റോ ഇന്ത്യയിൽ ഒരു വർഷം. അതിൽ 45% കേരളത്തിൽ മാത്രമാണ്. ജനസംഖ്യ 3%. പക്ഷേ അപ്പോയിൻമെൻറ്റ് നടത്തുന്നത് നല്ലതാണ്. പക്ഷേ ഇത് നിലനിർത്താതിരിക്കാനാണല്ലോ ശ്രമം. ഇന്ത്യയിലാകെ കേന്ദ്ര ഗവൺമെൻറ് 12 ലക്ഷം വേക്കൻസി കാലി കിടക്കുക, സ്റ്റേറ്റുകളിൽ 32 ലക്ഷം വേക്കൻസി കാലി കിടക്കുക. കേരളത്തിൽ മാത്രം വേക്കൻസി കൂട്ടണം എന്ന് പറയുകയാണ്. അതിന് വേണ്ടിയിട്ട് ഈ എല്ലാ സംഘടനകളും ശബ്ദം ഉയർത്തുക. വേക്കൻസികൾ എടുക്കണമെന്ന് എൻ്റെ അഭിപ്രായം. കാരണം മെഡിക്കൽ കോളേജ് വന്നാൽ ടീച്ചേഴ്സ് വേണ്ടേ. പക്ഷേ ഈ സിസ്റ്റമൊക്കെ സ്ട്രീംലൈൻ ചെയ്യേണ്ട കാര്യമുണ്ട്. പെൻഷൻ്റെ കാര്യത്തിനകത്ത് പലവിധ പ്രശ്നങ്ങളുണ്ട്, ഞാൻ അതിനകത്ത് ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പെൻഷൻ്റെ കാര്യത്തിനകത്ത് പിന്നെ ഇപ്പം സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ്റെ വിഷയം വേറെ ഉണ്ട്, അതൊരു കമ്മിറ്റി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പുതിയൊരു കമ്മിറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ എഫിഷ്യൻസി കൂട്ടാനും എഫക്റ്റീവ്നെസ് കൂട്ടാനുള്ള പല നിർദ്ദേശങ്ങളുണ്ട്. ഇപ്പോൾ പെൻഷൻ പ്രായത്തിൻ്റെ കാര്യം പറഞ്ഞു. കേരളത്തിലെ ഒരു സവിശേഷമായ സാഹചര്യത്തിലാണ് ഈ പെൻഷൻ പ്രായത്തിൻ്റെ കാര്യത്തിനകത്ത് തീരുമാനം എടുക്കാത്തത്. അതിനകത്തിപ്പം അതൊക്കെ കളക്റ്റീവായിട്ടുള്ള ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്നാൽ എല്ലാ എക്കണോമിസ്റ്റുകളും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച നടക്കുമ്പോൾ അവരെല്ലാം പറഞ്ഞു, ഇന്ത്യയിലെ ശരാശരി പ്രായവും ആയുസ്സും ഒക്കെ വെച്ച് നോക്കിയിട്ടും ഒക്കെ എക്സ്പീരിയൻസൊക്കെ വെച്ച് നോക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മളത് കളക്റ്റീവായിട്ട് ഏത് തീരുമാനം എടുക്കാൻ പറ്റും, എല്ലാ വിഭാഗം ആളുകളുടെയും താല്പര്യം വേണം. കടുത്ത തീരുമാനം എടുത്തിട്ട് ആളുകളെ ബോധ്യപ്പെടുത്താതെ ഒരു കടുത്ത തീരുമാനം എടുത്തിട്ട് കാര്യമില്ല. എന്നാൽ ഇതാകെ തകർന്നിട്ട് കടുത്ത തീരുമാനം എടുക്കാൻ നിന്നിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞ വളരെ സീരിയസ് ആണ്. നമ്മുടെ സമ്പദ് രംഗത്തെ പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ് നിൽക്കുന്നു, പബ്ലിക് സർവീസിൽ ഇത്ര ആളുണ്ട്, ഇതിന് ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും പറ്റാത്ത തരത്തിലേക്ക് സാമ്പത്തിക തകർച്ചയിലേക്ക് ഒരു സ്റ്റേറ്റ് എത്തിയാലോ? പൊളിറ്റിക്കലായിട്ട് ഇങ്ങനൊരു സ്റ്റേറ്റ് നല്ലതുപോലെ ഇങ്ങനെ ഗവൺമെൻറ് നിൽക്കണം. ബംഗാളിൽ വന്നു, തകർന്നുപോയി ഇടതുപക്ഷം തകർന്നതോടുകൂടി അവിടുത്തെ സ്ഥിതി എന്താ? പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി അപ്പോയിൻമെൻറ്റേ ഇല്ല. 8300 3-1 സ്കൂൾ അടച്ചുപൂട്ടി, ആരുമില്ല അതിനെ ഡിഫെൻഡ് ചെയ്യാൻ. അപ്പോൾ ഇടതുപക്ഷത്തിനെ ദുർബലപ്പെടുത്താതെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഈ സാധനമൊന്നും നിലനിൽക്കത്തുമില്ല. കേരളത്തിൻ്റെ ഒരു എക്കണോമി മോഡലുണ്ട്, കേരളത്തിൻ്റെ പൊതുമേഖലയുണ്ട്, കേരളത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള തുല്യതയ്ക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന ശ്രമമുണ്ട്. വെച്ചാൽ ആളുകൾക്ക് ജീവിത നിലവാരത്തിൽ വലിയ മാറ്റമുണ്ട്. ഇതൊക്കെ സംരക്ഷിക്കാനും കേരളത്തിൻ്റെ വളർച്ചയെ ബാധിക്കുന്ന തരത്തിലേക്ക് നിലപാടെടുത്താൽ അതിനെ നമ്മളെല്ലാവരും ഒരുമിച്ച് എതിർക്കുമെന്ന് തോന്നാവുന്ന തരത്തിലേക്ക് ഒരുമിച്ച് നിൽക്കണം. എന്നാൽ രാഷ്ട്രീയമായിട്ട് LDFൻ്റെ നയവും UDFൻ്റെ നയവും വ്യത്യസ്തമുണ്ട്, അതൊക്കെ പറഞ്ഞോട്ടെ. ഈ കിഫ്ബി നമ്മൾ അത് വെച്ചിട്ടാണൊന്നും വല്ലാതെ പിടിച്ചത്. ഇനിയിപ്പോൾ അതിൻ്റെ ഭാവി എന്തായിരിക്കും? കിഫ്ബിയുടെ ഭാവി ഇപ്പോഴത്തെ സ്ഥിതിയിൽ കുഴപ്പമില്ലാതെ തന്നെ പോകും. ഈ കേസുകളൊക്കെ തന്നെയും അതുപോലുള്ള കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ്. കിഫ്ബി കഴിഞ്ഞ 2-2.5 വർഷമായിട്ട് 20,000 കോടിയിലധികം കിഫ്ബി വഴി നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പത്തെ ടൈമിൽ 10,000 കിഫ്ബി തുടങ്ങിയത് 10,000-ഓളം കോടിയാണ്. അപ്പോൾ അത്രയും നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് 30,000 കോടിയിലധികം വരുന്ന അസറ്റ് ഇപ്പോൾ തന്നെ നിർമ്മിച്ചിട്ടുള്ളതാണ്. പ്ലാൻ വഴി ഉണ്ടാവുന്ന നിക്ഷേപം പോലെ തന്നെ, അല്ലെങ്കിൽ ബഡ്ജറ്റ് വഴിയുള്ള നിക്ഷേപം പോലെ തന്നെ കൂടുതൽ നിക്ഷേപം വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ഇത് രണ്ടും കൂടെ നോക്കുമ്പോൾ, ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശതമാനം
ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുള്ള സംസ്ഥാനം കേരളമാണ്. ഒരുപാട് കാര്യങ്ങൾ നയപ്രഖ്യാപനത്തിൽ കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഊന്നി പറഞ്ഞിരുന്നു. അതൊന്നും ഗവർണർ വായിക്കാതെ പോയതുകൊണ്ട് പൂർണ്ണമായും ജനങ്ങളിലേക്ക് അതേപടി എത്തുന്നില്ല. ഗവർണർ ശരിക്കും ഒരു നീതികേട് സംസ്ഥാനത്തോട് വീണ്ടും അതിലൂടെയും കാണിക്കുകയാണോ ചെയ്തത്? ഈ പ്രസംഗം വായിക്കുന്നതിൻ്റെ അവകാശം ഗവർണർക്കാണ്. എങ്ങനെ വെച്ചാൽ പലതരത്തിലും അങ്ങനെ ചിലപ്പോൾ വായിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം, ചിലപ്പം വായിക്കാനുള്ള പിന്നെ വേറെ തിരക്ക് കാരണം, അല്ലെങ്കിൽ വായിക്കേണ്ടതെന്നൊക്കെ അത് അദ്ദേഹം തീരുമാനിക്കുന്നത്. പക്ഷേ നിയമസഭാ ചട്ടത്തിൽ ആദ്യം വായിച്ചു തുടങ്ങി അവസാനം വരെ ഞാനിങ്ങനെ പറഞ്ഞ ഇതെല്ലാം വായിച്ചതായിട്ട് കരുതണമെന്നാണ് അതിനർത്ഥം. അവസാന ഭാഗം കൂടെ വായിച്ചിട്ട് ഈ രേഖ വെച്ചാൽ അത് പിന്നെ പ്രസംഗിച്ചത് തന്നെയാണ്. അതാണ് തത്വത്തിലുള്ളത്. പിന്നെ അദ്ദേഹം അങ്ങനെ മൊത്തം വായിച്ചില്ല എന്നുള്ളത് കൊണ്ട് ജനങ്ങളിലേക്ക് എത്തില്ല എന്നുള്ള കാര്യം വരുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അദ്ദേഹം ഇംഗ്ലീഷിലല്ലേ വായിക്കുക, പ്രസംഗിക്കുക. നമ്മുടെ മഹാഭൂരിപക്ഷ ആളുകളും ആ ഇംഗ്ലീഷ് പ്രസംഗം അപ്പോൾ ഇരുന്ന് ഫോളോ ചെയ്യുമല്ലോ. ഈ സാധനം പബ്ലിക് ഡോക്യുമെൻ്റ് ആണല്ലോ. ഇപ്പോൾ തന്നെ പബ്ലിക് ഡോക്യുമെൻ്റ് വന്നിട്ടുണ്ട്. അതെല്ലാം അതിനകത്തുണ്ട്. അദ്ദേഹം അക്സെപ്റ്റ് ചെയ്തിട്ടാണല്ലോ. അദ്ദേഹം എൻ്റെ ഗവൺമെൻറ് പറഞ്ഞല്ലേ വായിക്കുന്നത്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റ്, കേന്ദ്രം തരാത്ത ഒരു സമീപനത്തെ സംബന്ധിച്ച് എല്ലാം അതിനകത്തുണ്ട്. നമ്മുടെ നേട്ടങ്ങൾ എല്ലാം അതിനകത്തുണ്ട്. അതുകൊണ്ട് പ്രസംഗിച്ചത് അദ്ദേഹം മൊത്തം പ്രസംഗിച്ചതായിട്ട് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം പ്രസംഗിച്ചു എന്നുള്ള തരത്തിൽ കാണുക നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അദ്ദേഹം അത് വായിക്കാതിരുന്നത് മനഃപൂർവ്വമാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വേറെ കാര്യമാണ്. പക്ഷേ സാധാരണ പാർലമെൻ്ററി നടപടിക്രമത്തിൽ ഇത് വായിച്ചു എന്നാണ്. പലതരത്തിലും വായിക്കാതിരിക്കാം. ഇപ്പം അനാരോഗ്യം കൊണ്ട് വായിക്കാതിരുന്ന കേസുകളുണ്ട്. എന്നാൽ ഇത് മൊത്തം വായിക്കേണ്ട, നിങ്ങളെല്ലാം ഇതിപ്പം ലാംഗ്വേജ് ഇത്രയാണല്ലോ എന്ന് വെച്ചാൽ പിന്നെ ആൾക്ക് ഈ സമയത്ത് പലതും ചിന്തിക്കാനുള്ള അവസരമുള്ളൊരു സാഹചര്യമാണ് എന്നുള്ളത് കൊണ്ട് അങ്ങനെ പലതും ചിന്തിക്കാം. പ്രസംഗം ഇറ്റ് ഈസ്, അദ്ദേഹം പ്രസംഗം വായിച്ചു. അപ്പം തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പുള്ള ബജറ്റാണ് ജനപ്രിയമാകുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് അവസാനിപ്പിക്കാം. കേരളപ്രിയമാകും, അങ്ങനെ ഒരു ഉറപ്പേ നൽകുന്നുള്ളൂ. ജനപ്രിയമെന്ന് വെച്ചാൽ കേരളത്തിന് പ്രിയകരമാവുക എന്ന് പറഞ്ഞാൽ ജനപ്രിയമല്ലേ. ഉറപ്പായിട്ടും കേരളത്തിന് വേണ്ടിയുള്ള, കേരളം എവിടെയും തകരില്ല, തളരില്ല, പിന്നോട്ട് പോവില്ല. കേരളം ഇതിനെല്ലാം അതിജീവിച്ച് കേരളത്തിന് കിട്ടാനുള്ള ഇത് വെട്ടിക്കുറയ്ക്കുമ്പോഴും അത് നമ്മുടെ ആകെ ബാധിക്കാത്ത തരത്തിലേക്ക് മുന്നോട്ട് പോകും. കേരളത്തിന് കിട്ടാനുള്ളത് നേടിയെടുക്കുകയും ചെയ്യും. അപ്പോൾ കേരളത്തിന് പ്രിയങ്കരമായ ബഡ്ജറ്റായിരിക്കും. ജനങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എല്ലാത്തരം സംഭാവനയും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വേണം. നമ്മൾ ഈ കേരളത്തിൻ്റെ എക്കോണമിയെ ശക്തിപ്പെടുത്താനായിട്ട് ഓരോരുത്തരുടെയും പങ്കുണ്ടാകുന്ന തരത്തിലേക്ക്, ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാക്കുന്ന തരത്തിലേക്കായിരിക്കും. കേരളത്തിന് നല്ലൊരു കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതായത് പ്രതിസന്ധി കാലത്തും അടിപൊളി ബഡ്ജറ്റാണ് കേരളത്തിലെ ജനങ്ങൾക്കായി തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. അടിപൊളി ബഡ്ജറ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ എല്ലാം കൂടി ഇൻവോൾവ്മെൻറ്റോട് കൂടി ഈ കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന, നമ്മൾ ഓരോരുത്തരും കേരളത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം. കാരണം കേരളം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം ഒരു വികാരമാണ്, നമ്മുടെ നാടാണ്. ലോകം മൊത്തം പല മോഡലുകളായിട്ട്, പല മോഡലുകളുടെയും ഭാഗമായിട്ട് ഏറ്റവും നല്ലൊരു മോഡൽ എന്ന നിലയിൽ കാണുന്ന സ്ഥലമാണ്. ആ കേരളത്തിനെ കൂടുതൽ മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു നല്ല പ്രവർത്തനം നടത്തണമെന്നാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതിനും അത് സഹായിക്കുന്ന, അതിന് സഹായകരമായ ബഡ്ജറ്റായിരിക്കും. ഈ പരിമിതിക്കകത്തെല്ലാം നിന്നുകൊണ്ടാണ് ചെയ്യുന്നതെന്നുള്ള പ്രശ്നമുണ്ട്. ആ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ഇത് ചെയ്യുമ്പം കേരളത്തിനായിട്ടുള്ള കേരള ബഡ്ജറ്റ് നന്നാക്കാൻ വേണ്ടി എല്ലാവരുടെയും സഹായവും പിന്തുണയും കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത്. വളരെയധികം നന്ദി ഈ ഘട്ടത്തിൽ സഹകരിച്ചിട്ട്.